യെശയ്യാ 55-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, ഗാഹളം പോലെ സ്വരം ഉയർത്തുക. എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോട് അടുക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടികൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്തുവാൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം. ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരം വിതറിക്കിടക്കുന്നതും ആണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർത്യരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും പവനരഹിതനെ തൻ്റെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും. ഞാൻ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ എറിയുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദിവസവും ദേവാലയത്തിൽ പോവുകയും പള്ളിക്ക് പൈസ കൊടുക്കുകയും ചെയ്തിട്ട് സ്വന്തം സഹോദരൻ്റെ ഉപജീവന മാർഗവും അവൻ്റെ ബിസിനസ്സും തകർക്കുകയും അവനെപ്പറ്റി മനസ്സിൽ പോലും വിചാരിക്കാതെ അപവാദങ്ങൾ പറഞ്ഞു പരത്തി അവൻ ചെല്ലുന്നിടത്ത് വായ്പ ചോദിക്കുന്നിടത്ത് നിസ്സാരം ഒരു കുഞ്ഞിന് പാല് മേടിക്കുന്ന വീട്ടിൽ പോലും അവരോട് ചെന്ന് കൊടുക്കരുതെന്ന് പറയുകയും ചെയ്ത് വിലക്കുന്ന സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രവർത്തികളെയാണ് കർത്താവ് വിശദീകരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇത്തരം ഉപവാസമോ ഇത്തരം പ്രാർത്ഥനകളെ ദൈവം സ്വീകരിക്കുകയില്ലെന്ന് വചനത്തിലൂടെ നല്ല വ്യക്തമായി ദൈവം പറയുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും നടത്തുവാൻ നമുക്കും ശ്രമിക്കാം. തമ്പുരാനോട് അതിനുള്ള കൃപ ദൈവമേ തരണമെന്ന് യാചിക്കാം.